എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 മെയ് 18 രാത്രി 7:30 രാഹുകേതുക്കൾ 1.5 വർഷത്തെ ഒരു രാശിയിലെ സഞ്ചാരത്തിന് ശേഷം അടുത്ത രാശിയിലേക്ക് ഗ്രഹചാരം നടത്തുകയാണ്. രാഹുകേതുക്കളുടെ ഈ ഗ്രഹചാരം മേടൻ രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മേടൻ രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്നീ നക്ഷത്രങ്ങളാണ്. ഈ രാഹുകേതുക്കളെക്കുറിച്ച് പറയുമ്പോൾ സപ്തഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവ തമോ ഗ്രഹങ്ങളായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. ഈ തമോ ഗ്രഹങ്ങളുടെ പ്രത്യേകത ഇവ പിറകോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുമാണ്. മറ്റ് ഗ്രഹങ്ങളൊക്കെ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും പിറകോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയുക. ഇപ്പോൾ രാഹു മീനൻ രാശിയിലാണ്. ഈ മീനൻ രാശിയിൽ നിന്ന് രാഹു അതിൻ്റെ പിറകിലത്തെ രാശിയായ കുംഭത്തിലേക്കും, കേതു ഇപ്പോൾ കന്നിരാശിയിലാണ്, അതിൻ്റെ പിറകിലത്തെ രാശിയായ ചിങ്ങത്തിലേക്കും ഗ്രഹചാരം നടത്തുകയാണ്. രാഹുകേതുക്കളുടെ ഈ ഗ്രഹചാരം 1.5 വർഷക്കാലത്തേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുകേതുക്കളുടെ ഗ്രഹചാരം വളരെയധികം സ്വാധീനം ചെലുത്തപ്പെടുന്നുണ്ട്. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു 12-ൽ നിൽക്കുന്ന രാഹു ഈ മെയ് 18 11ലേക്കും 6-ൽ നിൽക്കുന്ന, അതായത് കന്നിയിൽ നിൽക്കുന്ന കേതു ചിങ്ങൻ രാശിയിലേക്കുമാണ് ഗ്രഹചാരം നടത്തുന്നത്. അപ്പോൾ 11-ൽ രാഹുവും 5-ൽ കേതുവുമാണ് വരുന്നത്. 11-ലെ രാഹു വളരെ ഗുണപ്രദമാണ്. 11 എന്ന് പറഞ്ഞാൽ സർവാഭീഷ്ട സ്ഥാനമാണ്, രാഹുവിൻ്റെ ഇഷ്ടസ്ഥാനമാണ്. രാഹുവിന് ആ രാശിയിൽ വരുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്നു. മേടൻ രാശിക്കാർക്ക് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ഒക്കെ ഈ രാഹുവിൻ്റെ രാശിമാറ്റം മൂലം വന്ന് ചേരുന്നതാണ്. എന്നാൽ 5-ലെ കേതുവിൻ്റെ സ്ഥിതി ഗുണകരമല്ല. എപ്പോഴും രാഹുവും കേതുവും ഒരേപോലെ ഗുണകരമായിട്ട് ഭവിക്കുന്നതുമല്ല. 5 പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ്, സന്താനം എന്നീ സ്ഥാനങ്ങളുടെ കാരകത്വമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളും സന്താന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പറയേണ്ടതാണ് കേതുവിൻ്റെ രാശിമാറ്റം മൂലം. എങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രാഹുവിലേക്ക് വ്യാഴത്തിൻ്റെ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ പൊതുവിൽ ബാധിക്കുന്നതുമല്ല. ഈ രാശിക്കാർ ചെയ്യേണ്ടത് കേതുവിൻ്റെ ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുകമാല ചാർത്തുക. ഇതര മതസ്ഥർ അവരവരുടെ വിശ്വാസപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും ദോഷങ്ങൾ ലഘൂകരിക്കാൻ സഹായകമാവുന്നതാണ്.